എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ഇൻഡസ് വിവയിൽ ഇവിടെ വിവ ടവറിൽ ഒരു ഗ്രാൻഡ് റെഡ് കാർപ്പറ്റ് വെൽക്കം അത് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് കൂടുതൽ എക്സൈറ്റഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എന്നോടൊപ്പം ഒരല്പസമയം ചിലവഴിക്കാൻ എത്തിയിട്ടുള്ള വ്യക്തി യങ്സ്റ്റേഴ്സിന് ഒരു റോൾ മോഡലായിട്ടുള്ളൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഡസ് വിവയിലെ യൂത്ത് ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ എക്സിക്യൂട്ടീവ് ഡയമണ്ട് മിസ്റ്റർ മിഥുലാജ് നെടുമ്പള്ളി. മിഥുലാജ്, വെൽക്കം. വെരി ഹാപ്പി ടു സീ യു. വളരെ സന്തോഷം. ഇന്ന് ഇപ്പോൾ ഈ ഒരു വിവാ ടവറിൽ നമ്മുടെ എൻ്റയർ മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിങ്ങൾ ഈ വെൽക്കം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഞാൻ ഇവിടെ വന്നാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഒരു സ്വപ്നം പോലെ ഉണ്ടല്ലോ. ഓക്കെ, ശരിക്കും ഞാൻ ഇന്നിപ്പം ഇവിടെ എൻ്റെ റെഡ് കാർപ്പറ്റ് വെൽക്കം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. ശരിക്കും മറ്റ് പല ലീഡേഴ്സിൻ്റെയും ഡയമണ്ട്സിൻ്റെയും റെഡ് കാർപ്പറ്റ് വെൽക്കത്തിന് ഞാനിവിടെ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനി അത് എന്തുമാത്രം വാല്യുബിൾ ആയിട്ടാണ് നമ്മളെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ വരവേൽക്കുന്നതും നമ്മളോട് കാണിക്കുന്ന ആ ഒരു 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 അനുകമ്പയും, അതല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമ്മളെ ശരിക്കും നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തി കളയുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു കമ്പനി വേറെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി. റൈറ്റ്. ശരിക്കും മിഥുലാജിൻ്റെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെ എക്സൈറ്റിംഗ് ആക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, അറ്റ് ദ ഏജ് ഓഫ് 24 അല്ലേ, 24-ാമത്തെ വയസ്സിൽ ഇൻഡസ് വിവയിൽ ഒരു ക്രോർപതി, ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അച്ചീവ്മെൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റാണ്. ആൻഡ് വെരി പ്രൗഡ് ടു സേ ദാറ്റ് യു ആർ ദ യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ഓഫ് ഇൻഡസ് വിവ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത് ഇങ്ങനെ ഒരാൾ ഇത്ര പ്രായത്തിൽ ഒരാൾ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമായി അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത്, കമ്പനി അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഐ തിങ്ക് ഐ എം ദ ഫസ്റ്റ് യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ഓഫ് ഇൻഡസ് വിവ. ഓക്കെ, ഗുഡ്. ശരിക്കും എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ ആ ഒരു സക്സസ് ജേണി എനിക്കൊന്ന് അറിയണം. സോ ഇൻഡസ് വിവയിൽ വരുന്നതിന് മുമ്പ്, ശരി, സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണല്ലോ ഇൻഡസ് വിവയിൽ വന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ് വിവ, ബിഫോർ ഇൻഡസ് വിവ, മിഥുലാജ് നെടുമ്പള്ളി ആരായിരുന്നു, എന്തായിരുന്നു വെച്ചാൽ ഞാനൊരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് ഞാൻ അധികം ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു മാർഷൽ ആർട്സ്, അതിൽ ഒരു ഫൈറ്റർ ആവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്രതീക്ഷിതമായിട്ടാണ് ഏതൊരാളുടെ മുമ്പിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അങ്ങോട്ട് തേടി പിടിക്കുന്നതല്ല. ഐ തിങ്ക് ഇത് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ നമുക്ക് ഇങ്ങോട്ട് വരുന്നൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. ഞാനത് എൻ്റെ കയ്യിലോട്ട് വന്നു, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറായി. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിനും ഇഷ്ടം ഇതിനോട് കാണിച്ചു എന്നുള്ള ഒറ്റ കാര്യമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഇത്ര ഫാസ്റ്റ് ആവാനുള്ള കാരണം. ഓക്കെ, ബിസിനസ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അബൌട്ട് യുവർ ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഫാമിലിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഉപ്പ ഏകദേശം 30 വർഷം പ്രവാസ ജീവിതത്തിലായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം ഗ്രാൻഡ് ഫാദർ ഒരു ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ആൾക്കാർ നൽകുന്ന ഒരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ അത് ഏത് മേഖലയിൽ നിന്നും അത് കിട്ടും. അതുപോലെ തന്നെ പക്ഷേ എൻ്റെ ഉപ്പ ഒരു ജോലിക്കാരനായിരുന്നു. കാരണം ചെറുപ്പത്തിലെ പ്രവാസ ജീവിതത്തിലോട്ട് പോയി അവിടെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി. ആ ഒരൊറ്റ സംരംഭത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയിലായിരുന്നു. അവർ 3 പാർട്ട്നേഴ്സ് ഒരു ഏകദേശം 20-25 ഇയേഴ്സോളം ആ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഉപ്പ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫാമിലി നോക്കുന്ന സമയത്ത് ഉപ്പ അവിടെ, ഉമ്മ നാട്ടിൽ ഉണ്ട്. പിന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് ഉപ്പ പ്രവാസ ജീവിതത്തിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉപ്പനെ നമ്മൾ ഓരോ തവണകളായിട്ടാണ് ഉപ്പ വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര രസമായിരുന്നു. ഉപ്പ വരുന്നു, ടോയ്സ് കൊടുന്നു, പിന്നെ പോകുന്ന സംഭവം നമുക്ക്
സഹിക്കാൻ കഴിയാത്തൊരു ഇമോഷണലാണ്. ഉപ്പക്കും സഹിക്കാൻ കഴിയില്ല. ഉപ്പ പറയാറുണ്ടായിരുന്നു, അതായത് ഒരു 15 ദിവസം ആരായിട്ട് മിണ്ടൂലാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരോടും മിണ്ടൂലാണ്. കാരണം ആ ഒരു ടെൻഷൻ, കുട്ടികളെ മക്കളൊക്കെ വിട്ടുപോയൊരു ടെൻഷൻ. പിന്നെ എനിക്ക് മുകളിൽ എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആളുടെ. പിന്നെ സെക്കൻഡാണ് ഞാൻ. പിന്നെ 2 അനിയത്തിമാരുണ്ട്, പിന്നെ ഒരു അനിയൻ. ഇങ്ങനെ 5 പേരാണ് ഞങ്ങൾ. അപ്പോൾ ഉമ്മ ഹൗസ് വൈഫാണ്. ഇങ്ങനെയാണ് എൻ്റെ ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പം ആൺമക്കളിൽ മൂത്ത ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉത്തരവാദിത്തം എനിക്ക് അത് അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തം ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഉപ്പയാണ് നമുക്ക്. പിന്നെ ഞാൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. കാരണം ഗ്രാൻഡ് ഫാദറിന് ഇവിടെ ആരുമില്ല, എളാപ്പയും ഉപ്പയും ഗൾഫിലാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ അവിടുത്തെ വീട്ടിലൊരു ഡ്രൈവറാണ്, 2 വീട്ടിലെയും ഡ്രൈവർ ഞാനാണ്. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ എല്ലാ സ്ഥലത്തേക്കും യാത്രകളിൽ ഞാനാണുള്ളത്. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് അത് ചിലപ്പോൾ റബ്ബറിൻ്റെ പരിപാടികളുണ്ടാവും, അപ്പോൾ അത് എടുത്ത് കൊണ്ടുവരിക, അതല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് റെൻറ്റ് പിരിക്കുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ എനിക്കൊരു 500 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പി. ഇതാണ് എൻ്റെ ഒരു ടൈപ്പ്. ആ സാഹചര്യമാണ് എൻ്റെത്. അല്ല വേറൊരു ലൈഫ്, വേറൊരു ബാധ്യതകളിലോട്ടൊന്നും കയറേണ്ട പ്രായമായിട്ടില്ല. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ 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 ഫൈൻ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത് അല്ലേ? സോ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച്, എങ്ങനെ ഈ ഇൻഡസ്ട്രി നിങ്ങളുടെ ലൈഫിലേക്ക് പഠന സമയത്ത് എങ്ങനെ എത്തി എന്നുള്ളത്? എൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മിഥിലാജാണ്. കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ഇവനും ഒരുപാട് തവണ, ഏകദേശം 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആളാണ്. അപ്പോൾ ഇവന് ഡിഗ്രി ചങ്ക് എന്ന് പറയാം, അത്ര ബന്ധമാണ്. അപ്പോൾ ഇവന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്നെ ജസ്റ്റ് വിളിച്ചതാണ്. ഞങ്ങൾ നിയറസ്റ്റ് ടൗൺ ആയിട്ടുള്ള ബാങ്കരയിലോട്ടൊന്ന് പോരണമെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്തിനാന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് അവൻ്റെ കൂടെ ഒന്ന് പോയി. അപ്പോൾ ഈ ഒരു അവസരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ കൊണ്ടുപോകുന്നത്. അവൻ്റെ ജ്യേഷ്ഠന്മാർ മുഖേനയാണ് ഈ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ജ്യേഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠന്മാർ ഫാമിലിയുള്ള ആൾക്കാരാണ്, സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു വിശ്വാസത തോന്നി. കാരണം ഇപ്പോൾ എൻ്റെ അതേ പ്രായമാണ്, ഇവനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ പ്രായമാണ്, ഞങ്ങളുടെ എല്ലാം സിമിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരെ ജ്യേഷ്ഠന്മാരെ കണ്ടപ്പോൾ എനിക്ക് സീരിയസ് മാറ്റർ ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാനിത് അവസരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആശയം. ഫസ്റ്റ് ഇത് തന്നെ കമ്പനിയുടെ പ്ലാൻ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മലയാളിയാണല്ലോ, നമ്മളത് സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനത് അവിടുന്ന് സമ്മതിച്ചില്ല. വീട്ടിൽ പോയിട്ട് ഞാൻ മുന്നോട്ട് പറഞ്ഞു, ഉമ്മ നമ്മളെ ലൈഫ് രക്ഷപ്പെടാൻ പോവാണ്, ഉപ്പ നാട്ടിലോട്ട് വരാൻ പോവാണ്, നമുക്ക് വീക്കിലി വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാൻ പോവാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത് ഭയങ്കര കോമഡിയാണ്. ഉമ്മ പറഞ്ഞു, നീ പോയി കിടന്നുറങ്ങിയൊക്കെ ശരിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഇതുപോലത്തെ പലതും ഇവിടെ നാട്ടിൽ വന്നതാണ്, നീ വെറുതെ ക്യൂരിയസ് ആവണ്ട, ഇതൊക്കെ ശരിയായിക്കോളും, ഒന്ന് ഉറങ്ങിയാൽ ശരിയായിക്കോളും. അങ്ങനെ ഞാൻ പോയി ഉറങ്ങി. എനിക്ക് പിറ്റേ ദിവസം എനിക്കിത് കേട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ അവർ വീട്ടിലോട്ട് വരികയും അവർ വീട്ടിൽ വന്നിട്ട് ഉപ്പനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഉപ്പനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉപ്പ ഇങ്ങനൊരു ആശയം വന്നിട്ടുണ്ട്. ഉപ്പൻ്റെ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഉപ്പ പറഞ്ഞത്, നിനക്ക് ഇഷ്ടപ്പെട്ടോ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക്, നിനക്ക് ഓക്കെ ആണോ നീ ചെയ്തു നോക്കി. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലില്ല. ഞാൻ വിചാരിച്ച എന്താ, എനിക്കൊരു ബിസിനസ് ചെയ്യാൻ അറിയോ, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ റെസ്പോൺസ് എന്നെ തന്നെ ഞെട്ടിച്ചേ, ഞാനോ. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി എനിക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഒരു കോഇൻസിഡൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ്. കാരണം ഞാൻ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് പാരമ്പര്യമില്ല, ഒരു ജോലി ചെയ്ത് ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ചോദിക്കായിരുന്നു, നീ ഇപ്പം ഇനി എന്താ ചെയ്യാന്ന്. അവരങ്ങനെ അത്ഭുതത്തോട്, കാരണം ഫ്രണ്ട്സൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, പല മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇവന് ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എക്സ്പീരിയൻസോ ഇതൊന്നുമില്ല.
ഈ ഫാദറിന്റെ ഈ ഒരു ആക്ഷൻ അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി. അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അങ്ങനെ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റ് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒന്നും അറിയാത്ത ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു തീർച്ചയായിട്ടും ഒരു ആദ്യമായിട്ട് പ്രവാസ ജീവിതത്തിലോട്ടൊക്കെ പോണ ഒരു ഫീല്. അതായത് എനിക്കൊന്നും അറിയില്ല. അപ്പൊ എൻ്റെ ഏക ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിരുന്നു. ഞാൻ എന്താണെങ്കിലും ആളോട് സംസാരിക്കും. ഇന്ന് എന്നെ തുടക്ക സമയത്തുള്ള ചലഞ്ചുകൾ എങ്ങനെയാണെന്ന് ചലഞ്ചുകൾ ഞാൻ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ചലഞ്ച് എനിക്ക് തോന്നുന്നത്, ഒന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചലഞ്ചായിട്ടല്ല ഞാനത് ഫീൽ ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇതിലൊരു 3 years ഓഫ് ജേണി മതി. എനിക്ക് ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, ഒരു 30 years എനിക്ക് ഇതിൽ കൊടുക്കണ്ട, ഒരു 3 years അല്ലേ, ഐ ആം റെഡി. ഒരു MBBS പഠിക്കണമെങ്കിൽ 5 years അതിനിട്ട് ഞങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതിലൊരു 3 വർഷം ഇഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, 19ാമത്തെ വയസ്സിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90, 20, 21 കയറിപ്പോയാൽ അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ റെഡിയാണ്. അതിന് ഇനിയിപ്പോൾ എന്ത് പ്രതിസന്ധികൾ വന്നാലും കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളില്ല, അതെനിക്കൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പേരൻസ് ആയിക്കോട്ടെ, നമ്മളെ എഡ്യൂക്കേഷൻ പരിപാടികളായിക്കോട്ടെ, ഇതെല്ലാം ജോബാണ്, ഫുള്ളി ജോബാണ്. എല്ലാവരും 10ാം ക്ലാസ് വരെ പഠിക്കുന്നു ആദ്യം, പിന്നെ +2 പഠിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലി, ഇതാണല്ലോ നമ്മുടെ നാട്ടിലൊരു കൾച്ചർ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് വലിയ പ്രശ്നമുണ്ട്. പഠനത്തോട് നിൽക്കുകയാണ്, പഠനം കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നുള്ളൂ. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ജോലി നോക്കുമ്പോൾ എനിക്ക് ജോലി വരുമാനമായിട്ടുണ്ടാവും, അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു വലിയ ഇത്ര ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്തയാണ് ഇന്നത്തെ യുവാക്കൾക്കൊക്കെ വേണ്ടത്. സത്യം. ആ എഡ്യൂക്കേഷൻ, ആ ഒരു 3 years അത് ഭയങ്കരമായിട്ട് അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനത് അവിടെ കൊടുത്തു, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു, എൻ്റെ ഫാമിലിക്കും അത് ഉപകാരപ്പെട്ടു, എൻ്റെ ഉപ്പനെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റി. അതൊക്കെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര നേരത്തെ യങ്സ്റ്റേഴ്സ് സെൽഫ് സഫീഷ്യൻ്റ് ആകാൻ പറ്റുമോ അത്രയും നേരത്തെ കേപ്പബിൾ ആവണം. കാരണം ഇന്ന് നമുക്ക് ഈ ജോലിയുടെ വരുമാനം കൊണ്ട് നമുക്ക് ഇന്ന്, കാരണം അത്രത്തോളം ചിലവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം ഞാൻ എപ്പോഴും ഇത് നോക്കും. കാരണം എൻ്റെ ഫാദറിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 30 years നിന്നു. ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം വീട് വെച്ചിട്ടുണ്ട്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മകന് യൂസ് ചെയ്യുന്നത് ബുള്ളറ്റാണ്, വീട്ടിലൊരു കാറുണ്ട്, എല്ലാം ഓക്കെയാണ്. ബട്ട് ബാങ്ക് ബാലൻസോ അതല്ലെങ്കിൽ ഇനി എന്താണെന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ അവർ വലിയ രീതിയിൽ ഒരു ചോദ്യചിഹ്നമാണ് അവരുടെ മുമ്പിൽ. എത്ര കാലം ഇനി അധ്വാനിക്കണം എന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പോൾ ഇത് ഇത് എനിക്ക് തുടക്കത്തിലേ എനിക്ക് കിട്ടിയൊരു ഗ്രിപ്പാണ്. അപ്പോൾ ഇതിവിടെ എനിക്ക് അങ്ങനെ സെറ്റിൽ ആവാൻ ലൈഫിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ആശയം, ഓക്കെ ഇത് പ്രാക്ടിക്കൽ ആയാൽ ബമ്പർ, ഇതാണ് ഞാൻ മനസ്സിലെന്ന് പ്ലാൻ ചെയ്തത്. യെസ്. അപ്പോൾ കൂടുതൽ ഈ ഇതിലോട് ഇറങ്ങി ചെന്നപ്പോഴാണ്, കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷനായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള റിയലൈസ്. കാരണം ഇത് കരിയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഞാൻ മുഖേന ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ പറ്റുന്നു. ഒന്നാമത്തെ എൻ്റെ പ്രായത്തിലുള്ളവർക്കും എന്നേക്കാൾ മുതിർന്ന പ്രായത്തിലുള്ള ആൾക്കാർക്കും അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുകയാണ്. ശരിക്കും ജോലിയല്ല, അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ഓപ്പർച്യൂണിറ്റി സീക്കർ ആകുന്നതിന് പകരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ ആകും. അതെ, ബാക്കിയുള്ള ആൾക്കാർ ജോലി തേടുമ്പോൾ നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ലൈക്കായിരുന്നു. അപ്പോൾ ഇത് ബിസിനസ് തുടങ്ങി ഇത് ആൾക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഗഡ്സ് ഒരു കുറവുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്, ഡൗട്ടുണ്ട്. കാരണം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഏറ്റെടുത്താൽ ഒന്നും ചിന്തിക്കാറില്ല. കാരണം ഒരു 20-25 വയസ്സ് വരെയൊക്കെ പേരൻസ് അവരെ ഇന്നത്തെ കാലത്ത് നോക്കുന്നുണ്ട്, അത് അവർക്ക് ശരിക്കും മുതലെടുക്കാൻ പറ്റും. ഞാനത് നല്ല മുതലെടുത്ത ആളാണ്. കാരണം അതുകൊണ്ട് എന്താ, അതല്ലാഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരല്ലാത്ത ബാക്കിയുള്ള എല്ലാവർക്കും ഇന്ന് ഒരു ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആവുന്നത് വരെ അവരുടെ പേരൻസ് അന്ന് ഇന്ന് ചെയ്യുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പോയിന്റ് അത് ശരിക്ക് റെലവൻ്റ് ആണ്. കാരണം ഇന്നത്തെ മക്കൾ ഇങ്ങനെ കേടരാനുള്ള കാരണം അത് തന്നെയാണ്, ഓവർ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ
ഇത് അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ബെസ്റ്റാണ്. കാരണം ഡിഗ്രി തുടങ്ങുന്നത് ഒരു 18-19 ഇയേഴ്സിലാവും. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനൊരു 22. ആ 3 ഇയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കോളേജിൽ നമ്മളങ്ങനെ പോകുന്നു, ചിലപ്പോൾ അവർ പാസ് ഔട്ട് ആയിട്ടുണ്ടാവും. പാസ് ഔട്ട് ആയിട്ട് നാട്ടിലോട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യുവാക്കളും ഇതേപോലെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇത് ഒരു ഭയങ്കര പോയിന്റ് ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവിടെ ഞാൻ ഗോൾ അടിച്ച അത് ഇന്ത്യ മൊത്തം അറിയും. അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഡോണ്ട് ബി എൻ എംപ്ലോയി ബട്ട് ബി എൻ ഓൺട്രപ്രണർ. സത്യം. അത് ഇന്നത്തെ യുവാക്കൾക്ക് ബെസ്റ്റാണ് സാധനം. സോ ഇന്ന് ഇപ്പം മിഥുലാജിൻ്റെ എൻ്റെ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഉള്ളത് യങ്സ്റ്റേഴ്സ് ആണ്. 100+ എവരിവൺ. ഇവര് ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു കാറിൻ്റെ കീ ഉണ്ടെന്ന് വെച്ച് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നും പറയില്ല, ഐ ആം റെഡി. പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു 60,000 രൂപ സാലറി അല്ല, ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു രീതിയിലോട്ട് നീ മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, യു ഹാവ് 16,000 പ്രോഫിറ്റ്, എനിത്തിങ് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഇത് ഞാൻ നേടിയതാണ്. ഞാൻ ഡിഗ്രിക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പാസ് ഔട്ട് ആകുമ്പോൾ എനിക്ക് 16,000 ഇൻകാണ്, ബാക്കിയുള്ള ജോലി തപ്പാണ്, പ്രോഫിറ്റാണ്, ജോലിയിൽ വരുമാനമല്ല. ഈവൻ ഇപ്പം 24-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ മിഥുലാജിൻ്റെ കൂടെ പഠിച്ച പലരും ജോലിയിൽ കയറിയിട്ടുണ്ടാവുള്ളൂ, പലരും ആ ട്രാക്കിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. മേ ബി പല ആളുകൾ ഇപ്പോഴും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കിട്ടിയ ജോലി സാറ്റിസ്ഫൈഡ് അല്ലാതെ ബെറ്റർ ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ യു ക്യാൻ ബിക്കം എ ക്രോർപതി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നെർവസ് ആണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ അന്ന് പോയതിനു ശേഷം പല ആൾക്കാരോട് ചോദിക്കും, നീ എടാ അന്ന് കോളേജിൽ നിന്ന് പോയതാണല്ലോ, പിന്നെ നിന്നെ കണ്ടിട്ടില്ല, എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കോളേജിലെ ടൂറ് എനിക്ക് മിസ്സായിട്ടുണ്ട്, അവരായിട്ടുള്ള സമയം എനിക്ക് മിസ്സായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പൈപ്പ് ലൈൻ പരിപാടിയിലാണ്. പക്ഷെ അതെനിക്ക് വെറുത്തായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ സ്റ്റോറിയും റീൽസൊക്കെ ഇടുന്നു, അവർക്ക് റീൽസ് കാണാം. ജസ്റ്റ് എത്ര കമന്റ് വന്നു, ഒരുപാട് ആൾക്കാരെ വിളിച്ചു, എങ്ങനെയാണത് പരിപാടി, എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ്? ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. പിന്നെ ഞാൻ UAE പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വന്നു. അവരൊക്കെ പറഞ്ഞൊരു പോയിന്റ്, എടാ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ, ജോലി ഷോപ്പ്, ജോലി റൂം. സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ കൂടെയൊക്കെ ചങ്കായി നടന്ന ആൾക്കാർ. ഞാനൊന്നും ഒരിക്കലും ഒരു ജോലിയിലും കയറില്ല എന്ന് വിചാരിച്ച ഓന് വരെ ഇന്ന് ഒതുങ്ങിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രഷർ. ചെറിയ സാലറി 1100 ദിർഹംസിന് വരെ നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. എൻ്റെ ബെസ്റ്റ് ബഡിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അവർ പറഞ്ഞ പോലെ, മിഥുലാജ് പറഞ്ഞ പോലെ ഒരു 2-3 വർഷം ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് ഡിസിപ്ലിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫ്യൂച്ചർ തന്നെ ഒരു വലിയ ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇൻഡസ്ട്രിയിലൂടെ. ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് മാറ്റാം. ആൻഡ് ഡെഫിനറ്റ്ലി യു ആർ ട്രൂലി ആൻ ഇൻസ്പയറിംഗ് പേഴ്സൺ ഫോർ ദ യങ്സ്റ്റേഴ്സ്. തീർച്ചയായിട്ടും. ഇത് ഒരാൾക്കെന്ന് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലൂടെ ഇപ്പോൾ 1 year കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര പേരാണ്, എത്ര കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അതെനിക്ക് ഭയങ്കര എൻ്റെ വിജയം അതിന് ആവശ്യമാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു വേദി കൂടിയാണ്. എൻ്റെ പ്രായത്തിലുള്ള ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലായിരിക്കും. ഈ യങ്സ്റ്റേഴ്സിന് ഈ ഒരു 3 years, ഒരു 30 വർഷം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് ഒരു 3 years അവനവന് വേണ്ടി കൊടുക്കുന്നത്. വേറെ ആൾക്കാർക്ക് അവർക്കൊക്കെ വേണ്ടി അവരുടെ 30 വർഷം കൊടുക്കാൻ റെഡിയാണ്. അവനവന് വേണ്ടിയിട്ട് ഒരു 3 വർഷം, ഒരു 30 വർഷത്തോളം അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആവാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു 3 വർഷം ഹാർഡ് വർക്ക് ചെയ്തൊരു കിങ് ലൈഫ് സ്റ്റൈൽ. സത്യം. ഭയങ്കര ഇവർക്ക് പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇൻഡസ്ട്രിയോടുള്ള പേടിയാണ്. അത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഇൻഡസ്ട്രി വെറുത്താണോ, പിന്നെ തെറ്റിദ്ധാരണ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഭീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെൻഷനാണ്. എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നും വല്ല പത്രസമ്മേളനം വിളിച്ചിട്ട് എല്ലാവരോടും കൂടി ഇതൊക്കെ പറഞ്ഞാലോ. കാരണം ഇത് മനസ്സിലാക്കി
ഇത് എന്തൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നിയമമുള്ള മേഖലയാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷെ ആൾക്കാർക്ക് ഇതിലോട്ട് വരുമ്പോൾ പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്നല്ല, ഓൾ ഇന്ത്യയിൽ ആൾക്കാർക്ക് പല ആൾക്കാരും അബ്രോഡ് പോയി കഴിഞ്ഞാൽ എന്ത് പണിയെടുക്കും. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, അവിടെ UK-ലാണ് പറയുമ്പോൾ അവിടെ പോയിട്ട് എന്ത് പണിയെടുക്കാൻ റെഡിയാണ്. അവിടെ ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്നാലും നമുക്ക് പ്രശ്നം, പക്ഷെ നാട്ടിലോ നിൽക്കൂല, അഭിമാന പ്രശ്നം. അതേപോലെ തന്നെ നാട്ടിൽ ഒരു പണി എടുക്കൂല, ഇവിടെ ആൾക്കാർ കാണും, ഇവിടെ ജനങ്ങൾ നോക്കൂ, അവൻ എന്നെ പറ്റി എന്ത് പറഞ്ഞു, ഈ ഒരു ടെൻഷൻ. ഇത് മാറ്റി വെക്കാൻ ഒരാൾ റെഡിയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നോ ഡൗട്ട്. ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഈ ഒരു പേടിയായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരൊന്നും മാറി നിൽക്കാനുള്ള ഒരു കാരണം. ഇത്രത്തോളം ക്രെഡിബിലിറ്റി ഈ കമ്പനി ഉണ്ടാക്കി. അത് കമ്പനിയല്ല, ഇൻഡസ്ട്രി. നിങ്ങൾ എനിക്ക് തോന്നുന്നത് സാറൊന്നും തുടങ്ങിയ സമയത്ത് ഇൻഡസ്ട്രിക്ക് അത്ര ഒരു പ്യൂരിറ്റി വന്നിട്ടില്ലാത്ത സമയം അല്ലേ. പക്ഷെ ഇന്ന് എത്രത്തോളം അത് ഫാസ്റ്റാണ്. യുവാക്കൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ബെസ്റ്റ്. ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊരു ഭാഗ്യമാണ്. വരുമാനത്തിലുപരി ഈ ഒരു ഹാപ്പിനെസ് കമ്പനി നമ്മൾ നൽകുന്നതും അതൊക്കെ ഒരു വേറെ ലെവലാണ്. ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. സ്കൈ ഡൈവിംഗ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അതൊക്കെ ഇത്ര പെട്ടെന്ന് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പോൾ? ഫാമിലിയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയൊക്കെ വളരെയധികം ഹാപ്പിയായി. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഡ്രീംസ് ആയിരുന്നു. അന്ന് ഞാൻ പറയുമ്പോൾ അവരൊക്കെ അതിങ്ങനെ കേട്ടിട്ട് ചിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഇന്ന് അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറഞ്ഞ സാധനങ്ങളൊക്കെ അവരുടെ മുന്നിലോട്ടെത്തി. ഞാൻ പണ്ട് പറയുമ്പോൾ അവർക്ക് ചിരിയായിരുന്നു. ഇന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയണത് ഞാൻ നാളെ UK പോകുമെന്ന് പറഞ്ഞാൽ അവർക്കത് വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ അവൻ പോവും. പണ്ട് അത് പറയുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ ഇന്ന് ആ ഒരു ഇത് മാറി. പിന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുന്ന രീതിയിൽ, സംസാരിക്കുന്ന രീതിയിൽ, നമുക്കൊരു ഈ പ്രായത്തിൽ തന്നെ നമ്മളോട് എല്ലാം ചർച്ച ചെയ്യുന്ന രീതിയിൽ അവരത് ഭയങ്കരമായിട്ട് ഒരു മെച്യൂരിറ്റി വന്ന ആളായി, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ഒരാളായി ഒരു ഫീല് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ദേ വിൽ ബി പ്രൗഡ് അബൌട്ട് യു. സത്യം, നോ ഡൗട്ട്. ഓക്കെ, സോ എന്തായാലും വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ് മിഥുലാജുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റിയത്. അങ്ങോട്ടല്ലേ, ഞാൻ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് കിട്ടിയ വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം യു ആർ ദ യൂത്ത് അംബാസിഡർ ഫോർ ദ എൻ്റയർ നേഷൻ ത്രൂ ഇൻഡസ് വിവ. സോ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ വളരെയധികം സന്തോഷം. സമയം നമുക്ക് പരിമിത സമയത്തോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മിഥുലാജിൽ നിന്ന് കേൾക്കണമെന്നുണ്ട് ഈ ഒരു എൻ്റയർ നേഷന് വേണ്ടിയിട്ട്, യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിലാവാം. എന്തായാലും വളരെ സന്തോഷം ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു യങ്സ്റ്ററെ കണ്ടു, വെരി യങ് ചാമിങ് പേഴ്സൺ, അഗ്രസീവായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടു. വെറും 24 വയസ്സിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല, ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ പഠനം, അതുപോലെ കളിക്കുക, ഇങ്ങനെ കളിച്ച് നടന്നിരുന്ന ആ ഒരു പ്രായത്തിലുള്ളൊരു വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് അതിനെ ഏറ്റെടുത്തപ്പോൾ, ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞത് ഇറ്റ്സ് മിറാക്കുലസ്. സോ നിങ്ങളും അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു 2 to 3 years നിങ്ങളും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ബാക്കപ്പ് ചെയ്യാൻ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളും ഒന്ന് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫും ഒരു കിങ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ് വിവ is giving a great opportunity for you. Okay, so thank you very much. Thank you Midhulaj. ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തണം. എൻ്റയർ ആളുകൾക്കും ഒരു വീണ്ടും ഇൻസ്പിറേഷൻ ആയിട്ട് മാറണം. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.